കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 29 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന്മാർ അവിടത്തോട് പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകം കീഴടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന 2 ജീവിതാനുഭവങ്ങളെ ഈശോ എടുത്തു കാണിക്കുകയും അതിനെങ്ങനെ അതിജീവിക്കണമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം ഈശോ കടന്നുപോയ സമാനമായ അനുഭവങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്. അല്ലെങ്കിൽ ഈശോ കടന്നു പോകാനിരിക്കുന്നവയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് ചില ജീവിത അനുഭവങ്ങളുടെ മീതെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അത് ആദ്യത്തേത് ഏകാന്തതയാണ്, രണ്ടാമത്തത് ഞെരുക്കമാണ്. ഇത് രണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അനുഭവിക്കുന്നവരാണ്. ഏകാന്തതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഏകാന്തതയുടെ തടവറയിൽ ഇന്നും കഴിയുന്നവരുണ്ട്. പുറത്തു വരാൻ പറ്റാതെ ഏകാന്തതയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. ആരുമില്ല എന്നുള്ള തോന്നലുകൾ, എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതം മടുത്തു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ നിരന്തരം പറഞ്ഞു ഒരു ഏകാന്തതയുടെ തടവറയിലും ഏകാന്തതയുടെ അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുന്ന അനേകരുണ്ട്. ഇവിടെ ഈശോ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും. അപ്പം അവർക്കിപ്പോൾ യേശു ദൈവപുത്രനാണെന്നുള്ള ആ സത്യം ബോധ്യപ്പെട്ട് വരുന്ന സമയത്ത് ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതാനും സമയം കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും. നിങ്ങളെല്ലാവരും ചിതറിക്കപ്പെടും, ഓരോരുത്തർ അവരവരുടെ വഴിക്ക് പോകും. ഞാൻ ഏകനാകുന്ന സമയം വരുന്നു, അത് ഞാൻ ഒറ്റയ്ക്കാകുന്ന സമയം വരുന്നു എന്ന് ഈശോ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വചനം ഈശോ ആ വിഷയത്തിൻ്റെ പരിഹാരമാർഗം പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഒരുവൻ തൻ്റെ ഏകാന്തതയുടെ വേദനയും സങ്കടവും ഒക്കെ മറികടക്കാൻ ഈശോ പറഞ്ഞ ഏറ്റവും ഉന്നതമായ വഴിയാണ്. ഈശോ പറഞ്ഞു, എങ്കിലും ഞാൻ ഏകനല്ല, കാരണം തൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ഏകാന്തത അനുഭവിക്കേണ്ടി വരും? ഇവിടെ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റപ്പെടലിൻ്റെ വേദന പേറുന്നവരുണ്ടെങ്കിൽ ഒരൊറ്റ പരിഹാരം മാറുകയുള്ളൂ, ദൈവം കൂടെയുണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അതല്ല എങ്കിൽ ഈ ഏകാന്തതയുടെ ഭാരം അത് വല്ലാത്തൊരു ഭാരമാണ്. ഏകാന്തതയുടെ മുറിവ് അത് ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയമാണ്. കാരണം സ്നേഹിച്ചവരും സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് നിർത്തിയവരും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെ ആലുമല്ലാതായി തീരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തും. അപ്പം അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകാനിരിക്കെ ഈശോ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, ഞാൻ ഒറ്റയ്ക്കാകും, എങ്കിലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദൈവത്തോട് ആഴമായി ഒരു സ്നേഹൈക്യം സ്ഥാപിക്കുന്നിടത്താണ് ഏകാന്തതയുടെ തടവറയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. കാരണം എന്താ? എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്നെ മാറ്റി നിർത്തിയാലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്
ഈ അനുഭവത്തെ ഞാൻ അതിജീവിച്ച് മുന്നോട്ട് വരും. കാരണം എന്താ? എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ പിടിക്കുന്നുണ്ട്. ഈ ലോകത്ത് ആരും എനിക്കില്ലെങ്കിലും ദൈവം എനിക്ക് കൂട്ടിനായിട്ടുണ്ട്. ഈ ലോകത്ത് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം വിശ്വാസത്തിൽ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുക്കാൻ പറ്റിയാൽ ഒരേകാന്തത അനുഭവിക്കേണ്ടി വരില്ല, ഒരൊറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ല. എനിക്ക് ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നുള്ള നിരാശാജനകമായ ഏകാന്തതയിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ സംസാരിക്കേണ്ടി പോലും വരില്ല. അപ്പോൾ ഏകാന്തതയുടെ തടവറയിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ദൈവം കൂടെയുണ്ട് എന്ന് ഒരുവൻ ആത്മാവിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റണം. ഈശോ രണ്ടാമത് പറയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞെരുക്കമുണ്ടാകും. നമുക്ക് ആർക്കാ ഞെരുക്കങ്ങളില്ലാത്ത? എന്തെല്ലാം തരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മുടെ കുടുംബം കടന്നു പോകുന്നത്. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ, അതിൻ്റെ ഞെരുക്കങ്ങൾ, അസമാധാനം, അസ്വസ്ഥതകൾ, രോഗപീഠകൾ, അങ്ങനെ നിരന്തരമായ അനുദിന ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകും. ഈശോ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. ഞെരുക്കമില്ലാതെ ഒന്നും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും സന്തോഷം മാത്രമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് സന്തോഷമുണ്ട്, സങ്കടങ്ങളുണ്ട്, ആനന്ദിക്കാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ട്, പ്രതീക്ഷയ്ക്ക് ഉള്ള സാഹചര്യങ്ങളുണ്ട്, പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, സ്വപ്നങ്ങൾ മുഴുവൻ പൊലിഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, ആരോഗ്യത്തോടെ ജീവിക്കുന്ന സമയമുണ്ട്, അനാരോഗ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അനുഭവങ്ങളുണ്ട്. ലോകത്തിൽ നമുക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. അപ്പോൾ ഈ ഞെരുക്കങ്ങളെ അതിജീവിക്കാൻ, കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ, ഭാരത്തെ അതിജീവിക്കാൻ യേശു പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകാൻ പോവാം. അതികഠിനമായ ഞെരുക്കങ്ങളുടെ നടുവിലൂടെ ഇതാ കടന്നു പോകേണ്ട നാളുകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തന്നെ പറയാണ്, മക്കളെ, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. കാരണം ഞാൻ ലോകം അനുവദിക്കുന്ന സകല ഞെരുക്കങ്ങളെയും കീഴടക്കി വിജയിച്ചു. ഈ പറയുന്ന എല്ലാ ഞെരുക്കങ്ങളിലൂടെയും, എല്ലാ ദുരനുഭവങ്ങളിലൂടെയും, എല്ലാ അസ്വസ്ഥതകളുടെയും യേശു കടന്നു പോകുകയും ആ വിഷയങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ലോകം അനുവദിച്ച ഞെരുക്കങ്ങളെ അതിജീവിച്ചുകൊണ്ട് യേശു മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്തതാണ് നമുക്ക് ധൈര്യം തരുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ പിശാചിൻ്റെ മേൽ വിജയം വരിച്ചു. ലോകം അനുവദിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലൂടെ ഈശോ കടന്നു പോവുകയും എല്ലാ അനുഭവങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലോകം വെച്ച് നീട്ടിയ സകല ദുരനുഭവങ്ങളുടെ മീതെ ആത്മാവിൽ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ജീവിതയാത്ര ഈശോ കാൽവരിയുടെ നെറുകയിൽ പൂർത്തിയാക്കിക്കൊണ്ട് ജീവന്റെ വചനം എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഉദാത്തമായ മാതൃക ഈശോ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. സഹനങ്ങളിൽ ഈശോ പിടിച്ചു നിന്നത്, വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ, തിരസ്കരണങ്ങളിൽ, മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളിൽ, വഞ്ചിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ ഈശോ ലോകം അനുവദിച്ച സകല ഞെരുക്കങ്ങളെയും അതിജീവിച്ച് യേശു കടന്നുപോയി. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തെ കീഴടക്കി. യേശു ആരുടെയൊക്കെ ഹൃദയങ്ങളെ, ജീവിതത്തെ കീഴടക്കുന്നുണ്ടോ അവരൊക്കെ ലോകത്തെ കീഴടക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരെ നോക്കിയിട്ട് ആദ്യമ സമൂഹം പറഞ്ഞത്, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ. ലോകം കീഴ്മേൽ മറിച്ചവരെന്നല്ല, ഇന്ന് സംഭവിക്കുന്നതിനാണ് നമ്മൾ പലരെയും ലോകത്തിൻ്റെ അനുഭവങ്ങൾ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുക, തകിടം മറിച്ചുകൊണ്ടിരിക്കുക, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ അപ്പസ്തോലന്മാരെ നോക്കിയിട്ട് ജനം പറഞ്ഞു, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ലോകത്തിൻ്റെ മീതെ, ലോകം അനുവദിക്കുന്ന സാഹചര്യങ്ങളുടെ മീതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാത്മീയ കരുത്തുള്ളവരായിട്ട് മാറി. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.